സർ, ലഡാക്ക് സംഘർഷം ഇപ്പോൾ നടക്കുകയാണ്. അതിപ്പോൾ ഒരു സമവായത്തിലെത്തിയെന്ന് കേൾക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി വളരെ ഞെട്ടലോടെയാണ് രാജ്യം ഈ വാർത്ത കേട്ടത്. അതായത് കേന്ദ്രവുമായിട്ട് അവിടെ ഒരു സമരം നടക്കുകയാണ്. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു. അതിൽ നിരാഹാര സമരവും മറ്റുമായിരുന്നു. അതിൽ കേന്ദ്രവുമായിട്ട് ചർച്ച നടക്കാനിരിക്കുകയാണ് പെട്ടെന്ന് ഈ കലാപം അല്ലെങ്കിൽ സംഘർഷം പൊട്ടിത്തെറിച്ചത്. അവിടെ അതിന് ഗൂഢാലോചനവാദം കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന പദവി, അവരുടെ ആവശ്യം എന്ന് പറയുന്നതിന് സംസ്ഥാന പദവി വേണം. പിന്നെ ഭരണഘടനാ പരിച്ഛേദം 6 ഈ സംസ്ഥാനത്തിന് ഉൾപ്പെടുത്തണം, ലഡാക്കിന് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് ഈ അവരുടെ തനത് സംസ്കാരങ്ങളെ എല്ലാം അംഗീകരിക്കുന്ന, തനത് സംസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ആ ഒരു പരിച്ഛേദമാണ് ഭരണഘടന പരിച്ഛേദം 6 എന്ന് പറയുന്നത്. ആസാമിലും മേഘാലയയിലും മിസോറമിലൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ആ പരിധിയിലേക്ക് ഈ ലഡാക്കിനെയും കൊണ്ടുവരണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവർ നിരാഹാര സമരം നടത്തുകയായിരുന്നു. അതിൽ 2 പേരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് പെട്ടെന്ന് ഈ പറയുന്ന ഒരു കലാപം അല്ലെങ്കിൽ കലാപാന്തരീക്ഷം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു കലാപം ഉണ്ടാകുന്നു. അതിൽ 30ഓളം CRPFകാർക്ക് പരിക്കേൽക്കുന്നു. അവർക്ക് തിരിച്ച് വെടിയുതിർക്കേണ്ടി വരുന്നു. 4 പേർ കൊല്ലപ്പെടുന്നു. അതായത് നേപ്പാളിലും മറ്റും ഇങ്ങനെ കലാപം ഉണ്ടായപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിലും ഇത് പറഞ്ഞ പോലെ അവിടെ ഭരണം അട്ടിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നേപ്പാളിൽ ഈ അടുത്ത് നടന്നപ്പോൾ, ജൻസി കലാപം നടന്നപ്പോൾ തന്നെ അടുത്തത് ഇന്ത്യ എന്നുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടോ. അപ്പോൾ ആരും ഇത് വകവച്ചില്ല, കാരണം ഇന്ത്യയിലൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളതിപ്പോൾ ലഡാക്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് എന്ന് നമുക്ക് കരുതുന്നതിൽ തെറ്റുണ്ടോ? ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിന്നിൽ. അതെ, എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രതിപക്ഷമാണ് അതിൻ്റെ പിന്നിൽ എന്നാണല്ലോ പറയുന്നത്. അതെ. ഇപ്പം നേപ്പാളിൽ ജൻസി കലാപമുണ്ടായി, അതിനു മുമ്പ് ശ്രീലങ്കയിലുണ്ടായി. അപ്പോൾ ജനങ്ങളുടെ ഒരു അധിനിവേശം പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അതിൻ്റെ ആരംഭമാണോ എന്ന് സംശയിക്കേണ്ടി. ഇപ്പോൾ ലഡാക്ക് ആവശ്യപ്പെടുന്ന, അവിടെ 15 ദിവസമായി സത്യാഗ്രഹം നടക്കുന്നു, നിരാഹാര സത്യാഗ്രഹമുണ്ട്. അൻബുക്ക് എന്ന് പറയുന്ന നേതാവ് ബോധരഹിതനായി വീണു. അതിനുശേഷമാണ് ഈ കലാപത്തിലേക്ക് വരുന്നത്. BJPയുടെ ഓഫീസ് തീയിട്ടു, പോലീസ് വാഹനങ്ങൾ കത്തിച്ചു. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് അവർക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി വേണം എന്നുള്ളതാണ്. ആസാമിനും മേഘാലയയ്ക്കും ഒക്കെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ലഡാക്കിന് കൊടുത്തുകൂടാ എന്ന് അവർ ചോദിക്കുന്നതിൽ ഒരു ന്യായമുണ്ട്. എന്തുകൊണ്ടാണത് ഇപ്പോഴും കേന്ദ്രം ആ സ്ഥലം ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്? ലഡാക്ക് പിടിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. പിന്നെ ആദിവാസികൾക്ക് അവരുടെ ആചാരങ്ങൾ നിലനിർത്തുക, അങ്ങനെ ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് അത് നടപ്പാക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ ആവശ്യം. ശരിക്കും ആദിവാസികൾ, ലഡാക്കിലെ ആദിവാസികളുടെ ഗോത്രങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ ഈ ആവശ്യപ്പെടുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്രം പറയേണ്ടത്, ഇപ്പം കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ലഡാക്കിന് ഈ സംസ്ഥാന പദവി കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ BJP നേതൃത്വം പറഞ്ഞു ചർച്ച ചെയ്തു തുടങ്ങി എന്നൊക്കെ പറയും. എന്താണ് അതിന് കാരണമെന്നൊന്നും വെളിപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ കലാപങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വിഷയം എന്താണ് എന്ന് പറയാറില്ല. ഇപ്പോൾ ജാതി സെൻസസ് ആയാലും SIR ആയാലും ഇതൊക്കെ ആയാലും ഇതിൻ്റെ ഒരു റീസൺ, ഞങ്ങളിത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം വ്യക്തമാക്കില്ല. ഇതാണല്ലോ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഭരിക്കുന്നവർ അവർ ജനങ്ങളെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം. ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇതൊന്നുമില്ല. ഇപ്പം എന്താണ് പറയുക, ഇതുണ്ടല്ലോ നമ്മുടെ ഏക സിവിൽ കോഡ്, അതിനെക്കുറിച്ച് പറയുന്നത് ന്യായമായ കാര്യമാണ്. അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതൊരു മതവിഭാഗത്തിന് മാത്രമാണ് അതിന് എതിർപ്പ്. കാരണം അവരുടെ ശരീഅത്ത് നിയമങ്ങൾ ഒരുപാട് ഖനിക്കപ്പെടും. പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും, അതായത് ബഹുഭൂരിപക്ഷത്തിനും ബോധ്യപ്പെടുന്നു. അതവിടെ ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറയുന്നത് മുത്തലാഖ് നിരോധിച്ചിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അല്ല, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഗുണപ്പെട്ടു അല്ലേ? സ്ത്രീകൾക്ക് ഗുണപ്പെട്ടു. അല്ല, ഇവർ പറയുന്ന പോലെ മാനം ഇടിഞ്ഞു വീടുന്നില്ല. അതെ. ഇപ്പോൾ അതേപോലെ തന്നെ 4 വിവാഹം കഴിക്കാം എന്ന് പറയുന്ന നിയമം, ഇപ്പം ഈ അടുത്ത ദിവസം ഞാനൊരു വാർത്ത കണ്ടു. ഒരു ഭിക്ഷക്കാരൻ തെരുവിൽ ഭിക്ഷയാചിക്കുന്ന
അന്ധനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ അവർക്ക് അവകാശങ്ങൾ വേണം, അവരെ ഡിവോഴ്സ് ചെയ്യുന്നു, അവരെ ഉപേക്ഷിക്കുന്നു, അവർക്ക് ജീവനാംശം വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. നമ്മുടെ ഹൈക്കോടതിയിൽ പി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ വേണം അവർക്ക് ജീവനാംശം കൊടുക്കാൻ. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. ഒരു മതപരമായ നിയമത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള 3-4 വിവാഹം കഴിക്കുന്നു, അവരെ ഒഴിവാക്കുന്നു, അതിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ആ ഭാര്യയ്ക്കും ജീവനാംശം കൊടുക്കാൻ സർക്കാർ എങ്ങനെയാണ് ബാധ്യതപ്പെടുന്നത്? അത് ആ മതം വേണം കൊടുക്കാൻ. അല്ല, ഇത് പൊതുജനത്തിന്റെ ഖജനാവിനല്ലേ സർക്കാർ കൊടുക്കേണ്ടത്? അത് സർക്കാർ കൊടുക്കണം. അതുപോലെ തന്നെ സർക്കാർ കൗൺസിലിംഗ് നടത്തണമെന്ന് എനിക്ക് അതാ മതമാണ് കൗൺസിലിംഗ് നടത്തേണ്ടത്. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമം നിലനിർത്തുന്നവരാണ് അതിനുവേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഒരു ഭിക്ഷക്കാരൻ രണ്ടാമത്തെ ഭാര്യയും ഉപേക്ഷിച്ചിട്ട് 3ാമത് വിവാഹം കഴിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിക്കൂ, ചിലപ്പോൾ ഭിക്ഷക്കാർക്ക് ഭയങ്കര വരുമാനം ഉണ്ടാകും, സാധാരണ ഒരു ലേമേനേക്കാൾ ഭയങ്കര വരുമാനം ഉണ്ടാകും. ഈ വരുമാനം കണ്ടിട്ടാണോ ഇതുപോലുള്ള സ്ത്രീകൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ. ഇവിടെ നിയമം തത്തുല്യമാക്കണം. ഇന്ത്യ മഹാരാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ്, മതേതര രാജ്യമാണ്. ഇവിടെ ഏകീകൃത സിവിൽ കോഡ് ഭരണം എന്ന് പറയുന്നതുപോലെ ചില ഏരിയകൾ കേന്ദ്ര ഭരണ പ്രദേശമായി കൊണ്ടുനടക്കും. എന്തുകൊണ്ടാണ് കേന്ദ്ര ഭരണ പ്രദേശമായി അവർക്ക് സ്വതന്ത്രമായി പദവി കൊടുക്കാത്തത്? ലഡാക്കിൻ്റെ ആ ചോദ്യം അവിടുത്തെ ആദിവാസികളടക്കം ഗോത്രവർഗ്ഗക്കാരടക്കം ചോദിക്കുന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയും, എന്നിട്ട് ചർച്ചയിലേക്ക് പോകും. അത് ന്യായമായ ആവശ്യം തന്നെയാണ്. അവിടുത്തെ പൗരന്മാർ പറയുന്നത് അവർ ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രം അവർ അവഗണന നേരിടുന്നു, അവർ കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല. അതായത് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതും കേന്ദ്ര സർക്കാർ ഭരിക്കുന്നതും 2 രീതിയിലാണ്, 2 തലമാണല്ലോ. അതായത് സംസ്ഥാന സർക്കാരിനാണ് നമ്മൾക്ക് ആവശ്യമുള്ള മലയാളിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് CPM-നും കോൺഗ്രസിനും വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ മാറി മാറി ഭരണത്തിൽ വരുന്നത്. അത് ഇനിയും BJP-ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കേരളത്തിൽ BJP-ക്ക് ഇതുവരെ സ്ഥാനം കിട്ടാത്തത്. അപ്പോൾ കേന്ദ്ര സർക്കാർ, അതായത് ഇലക്റ്റഡ് ഗവൺമെന്റ് അല്ലാത്ത ഒരു സർക്കാർ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ തദ്ദേശീയ അവിടെയുള്ള ജനങ്ങൾക്ക് അത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളത് ആണ് ഇവർ അവകാശപ്പെടുന്നത്, അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് അവഗണന നേരിടുന്നു, അവർക്ക് ഈ പറയുന്ന കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല, അവരുടെ സംസ്കാരം അന്യാധീനപ്പെട്ടു പോകുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ആശങ്ക ഉളവാക്കുന്നത് തന്നെയല്ലേ? ആശങ്ക ഉളവാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം താങ്കൾ പറഞ്ഞു കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളവും നോർത്ത് ഇന്ത്യയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പുതിയ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കില്ല. ഇപ്പോൾ ഈ UDF LDF മാറി മാറി ഭരിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. BJP-യെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചിലപ്പോൾ കാലങ്ങൾ കൊണ്ടത് സംഭവിച്ചാണ്. എന്നാൽ ഇവിടെ ഈ ലഡാക്കിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, അവിടുത്തെ ഈ അൻബുക്ക് എന്ന് പറയുന്ന അവർ നയിക്കുന്ന രാഷ്ട്രീയ സംഘടന ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായ കാര്യമാണെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. കാരണം അവരുടെ സംസ്കാരം നിലനിർത്തണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. എന്താണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കേന്ദ്ര ഭരണ പ്രദേശം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ടാണ് കാശ്മീരിനൊക്കെ ആ ഇതെടുത്ത് കളഞ്ഞില്ലേ? അതെ, പ്രത്യേക പദവി. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ? എന്നിട്ടും കേന്ദ്രം അത് വളരെ ഈസി ആയിട്ട് ചെയ്തില്ലേ? പിന്നെന്താണ് ലഡാക്കിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ഒരു ആലോചന അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് BJP ഗവൺമെൻറ് നേതൃത്വം, കേന്ദ്ര ഭരണം അത് കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇനിയും കലാപങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാണ്.